നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഗോ ഫാഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗോ ഫാഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ ബ്രാൻഡ് വെയറുകളുടെ നിർമ്മാതാക്കളാണ്. അതായത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വനിതകൾക്കുള്ള വിമൻസ് ബോട്ടം വെയർ നിർമ്മാതാക്കളാണ്. അവരുടെ ബ്രാൻഡ് നെയിം GoColors എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കമ്പനി വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത് 1013.61 കോടി രൂപയാണ്. നവംബർ 17 മുതൽ 22 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു അറ്റൻഡൻസ് വെച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെ കമൻറ്റുകൾ ഇടാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഗോ ഫാഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഈ കമ്പനിയാണ് GoColors എന്നുള്ള പേരിൽ വിമൻസ് ബോട്ടം വെയറുകളെല്ലാം നിർമ്മിച്ച് മാർക്കറ്റിംഗ് നടത്തി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ബ്രാൻഡ് വസ്ത്ര നിർമ്മാതാക്കളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. ഈ കമ്പനി ഏകദേശം ഒരു 120ഓളം കളറുകളിൽ 50ഓളം വെറൈറ്റി ലെഗിങ്സ്, ചുരിദാർ അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെന്നൈയിലെ നുങ്കമ്പക്കമാണ് ഇവരുടെ ആസ്ഥാനം. ബോട്ടം വെയർ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പെടുന്നത് ചുരിദാർ, ലെഗിങ്സ്, ധോത്തീസ്, ഹരം പാൻസ്, പാട്യാല, പ്ലാസേഴ്സ്, ക്ലോട്ടസ്, പാൻസ്, ട്രൗസേഴ്സ് ആൻഡ് ജഗ്ഗിങ്സ്. പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ പെടുന്ന എത്തനിക് വെയറുകൾ, വെസ്റ്റേൺ വെയർ, ഫ്യൂഷൻ വെയർ, അത്തലേഷ്യർ, ഡെനിം, പിന്നെ പ്ലസ് സൈസിലുള്ള ഗേൾസിൻ്റെ വെയറുകളെല്ലാം തന്നെ അതിൽപ്പെടുന്നതാണ്. അപ്പോൾ അവരുടെ റീറ്റെയിൽ ഷോപ്പുകൾ വഴി അല്ലാതെ തന്നെ വലിയ സ്റ്റോറുകളിൽ, അതായത് റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് അവരുടെ, പിന്നെ സെൻട്രൽ, അൺലിമിറ്റഡ്, ഗ്ലോബൽ സ്റ്റോഴ്സ്, പിന്നെ സ്പെൻസേഴ്സിൻ്റെ സ്റ്റോറുകൾ, ഇതിലൂടെയെല്ലാം അവരുടെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ വിമൻസ് ബോട്ടം വെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക കാറ്റഗറി. ഇപ്പോൾ ഇന്ത്യയിൽ 2020 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 13,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ രംഗത്ത് നടന്നിട്ടുള്ളത്. അത് ഏകദേശം 12.35 കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ള ആ റേറ്റാണ്. ആ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2025 ആകുമ്പോഴത്തേക്കും ഏകദേശം 24,000 കോടി രൂപയിലേക്ക് ഈ ബിസിനസ് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ഗോ ഫാഷൻസിന് ഏകദേശം 9% ഷെയർ ആ ഒരു രംഗത്ത് ഈ കമ്പനിക്കുണ്ട്. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് പ്രകാശ് കുമാർ സരയോഗി, ഗൗതം സരയോഗി, രാഹുൽ സരയോഗി എന്നീ 3 പേരും, അതുകൂടാതെ 2 ഫാമിലി ട്രസ്റ്റുകളുണ്ട്. PKS ഫാമിലി ട്രസ്റ്റ്, VKS ഫാമിലി ട്രസ്റ്റ്. ഈ 2 ഫാമിലി ട്രസ്റ്റുകളും കൂടി ചേർന്നതാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം 57.47% ഓഹരികളാണ് ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അവരുടെ കയ്യിൽ 52.78% ഓഹരികൾ ഉണ്ടാവും. അപ്പോൾ അതായത് 4.69% ഓഹരികൾ പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ ഓഫർ ഫോർ സെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള 2 ഫാമിലി ട്രസ്റ്റുകളുണ്ടല്ലോ, അവർ വിറ്റഴിക്കുന്നത് ഏകദേശം PKS ഫാമിലി ട്രസ്റ്റ് ആണെങ്കിൽ 7.45 ലക്ഷം ഓഹരികളാണ് അവർ വിൽക്കുന്നത്. VKS ഫാമിലി ട്രസ്റ്റ് ആണെങ്കിൽ 7.45 ലക്ഷം ഓഹരികൾ അവരും വിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഫണ്ടിങ് ചെയ്തിരുന്ന പല ഇക്വിറ്റി ഫണ്ടുകളുണ്ട്. അതിൽ ഈ 3 ഫണ്ടുകൾ ഇപ്പോൾ കുറച്ച് ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അതായത് കമ്പനി ഇപ്പോൾ ഒരു നല്ല ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത്, ഈ സമയത്ത് അവരുടെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ വിറ്റ് ലാഭം നേടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടുകൾ ഫിനാൻസ് ചെയ്യുന്നവരുടെ എല്ലാം ലക്ഷ്യം അതാണല്ലോ. അപ്പോൾ സെക്വയ ക്യാപിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി 74.98 ലക്ഷം ഓഹരികൾ ഇപ്പോൾ വിറ്റഴിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇന്ത്യ അഡ്വാൻറ്റേജ് ഫണ്ട് 33.11 ലക്ഷം ഓഹരികൾ അവർ വിൽക്കുന്നുണ്ട്. പിന്നെ ഡൈനാമിക് ഇന്ത്യ ഫണ്ട് 5.76 ലക്ഷം ഓഹരികൾ അവരും വിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് 4.69%, മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതുപോലെയുള്ള ഫണ്ടുകൾ 22.51% ഓഹരികൾ അവരുടെ കൈവശമുള്ളത് ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഓഫർ ഫോർ സെയിലായിട്ട് വിൽക്കുന്നുണ്ട്. അതായത് 27.2% ഓഫർ ഫോർ സെയിലായിട്ട് ഇപ്പോൾ ജനറൽ പബ്ലിക്കിൻ്റെ കൈവശം വരും.
കമ്പനിയുടെ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ അവരുടെ ബ്രാൻഡ് നെയിം തന്നെയാണ് എടുത്തു പറയേണ്ടത്. GoColors എന്നുള്ള ബ്രാൻഡ് നെയിം വളരെയധികം പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ശക്തിയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുകയാണെങ്കിൽ തന്നെ 120ഓളം നിറങ്ങളിൽ 50ഓളം വെറൈറ്റിയിലുള്ള ഡ്രസ്സസ് അവർ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അവരുടെ റീറ്റെയിൽ നെറ്റ്വർക്ക് റീറ്റെയിൽ പ്രസൻസ് എന്ന് പറയുന്നത് 450ഓളം റീറ്റെയിൽ സ്റ്റോറുകൾ അവർക്കുണ്ട് 100ഓളം നഗരങ്ങളിൽ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ. അത് വളരെയധികം അവരുടെ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ ഓപ്പറേറ്റിംഗ് മോഡൽ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ആണെങ്കിലും പ്രൊക്യൂർമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ആ ഒരു ബിസിനസ് മോഡൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സപ്ലൈ ചെയിൻ മാർക്കറ്റിംഗ് സപ്ലൈ ചെയിൻ വളരെ സ്ട്രെങ്ത് ഉള്ളതാണ്. പിന്നെ ഈ ഡിസൈനിങ് അല്ല ഇൻ ഹൗസ് എക്സ്പേർട്സ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് അക്കാര്യത്തിൽ കമ്പനിക്ക് ഒരു നേട്ടമുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് അവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സാണ്. ഫിനാൻഷ്യൽ റെക്കോർഡ്സുകളെല്ലാം മികച്ചതായിരുന്നെങ്കിൽ പോലും ഈ കോവിഡ് കാലം വന്നപ്പോഴത്തേക്കും ഈ വസ്ത്രനിർമ്മാണ രംഗത്തൊക്കെ വളരെയധികം തളർച്ച വന്നു. കാരണം ഈ വനിതകളെല്ലാം തന്നെ ഈ കോവിഡ് കാലത്ത് വസ്ത്രത്തിനുള്ള അവരുടെ പ്രിഫറൻസിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലാളികളായിട്ടുള്ള ജീവനക്കാരായിട്ടുള്ള വർക്കിംഗ് വിമൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നവരെല്ലാം വർക്ക് ഫ്രം ഹോമായിട്ട് മാറി. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വസ്ത്രങ്ങളെല്ലാം തന്നെ വാങ്ങലുകളെല്ലാം കുറഞ്ഞു. അതോടൊപ്പം തന്നെ അപ്പോൾ ലിഷർലി ആയിട്ടുള്ള അല്ലെങ്കിൽ കാഷ്വൽ വെയേഴ്സിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇവരുടെ ബിസിനസ്സിലൊരു താഴ്ച സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാം വളരെ സ്ട്രെങ്ത് ഉള്ളതായതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ അവർ കമ്പനി പിടിച്ചു നിന്നെങ്കിൽ പോലും ആ സമയത്ത് ബിസിനസ്സിലൊരു മാന്ദ്യം സംഭവിച്ചെന്നുള്ളത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പബ്ലിക് ഇഷ്യൂ വഴി ലഭിക്കുന്ന 125 കോടി രൂപയുണ്ട്. അതായത് ഫ്രഷ് ഇഷ്യൂ വഴി ലഭിക്കുന്നത് 125 കോടി രൂപയാണ്. ആ പണം അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് 120ഓളം പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ റീറ്റെയിൽ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഷോറൂമുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനും പിന്നെ മറ്റു കോർപ്പറേറ്റ് എക്സ്പെൻസസിനും വേണ്ടിയിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നു. ഇനി നമുക്ക് ഗോ ഫാഷൻസിൻ്റെ ഫിനാൻഷ്യൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചിട്ടുള്ള ഒരു രംഗമാണ് ഈ വസ്ത്രവ്യാപാര രംഗം എന്നുള്ളത്. അപ്പോൾ ഇവരെയും അതുപോലെ തന്നെ വളരെയധികം കഠിനമായിട്ട് തന്നെ ഈ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 2020 396 കോടി രൂപയായിരുന്നു അവരുടെ റവന്യൂ എങ്കിൽ അത് അടുത്ത കൊല്ലം 2021 ആയപ്പോഴത്തേക്ക് 114 കോടി രൂപ കുറഞ്ഞിട്ട് 282.3 കോടി രൂപയായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ 2020 52.6 കോടി രൂപയായിരുന്നു അവരുടെ പ്രോഫിറ്റ് എങ്കിൽ അത് 2021 ആയപ്പോഴത്തേക്ക് 3.5 കോടി നഷ്ടമായിട്ട് മാറി. അതിൽ 26ഓളം പ്രധാന നഗരങ്ങളിലെ ഷോപ്സ് ക്ലോസ് ചെയ്യപ്പെട്ടു ഈ വർഷം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ കോവിഡ് കാലത്ത് വനിതകളുടെയാണല്ലോ വസ്ത്രവ്യാപാരം ഇവരുടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം തന്നെ വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിട്ട് മാറിയതോടുകൂടി അല്ലാത്ത വനിതകളാണെങ്കിൽ പോലും വസ്ത്രങ്ങളുടെ കാര്യത്തിലെ പ്രിഫറൻസ് മാറ്റിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വർക്ക് ഫ്രം ഹോമായിട്ടുള്ളവരുടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിഷർലി ആയിട്ടുള്ള കാഷ്വൽ വെയേഴ്സ് ഒക്കെ ആയിട്ട് മാറി. പിന്നെ അവർ കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള താല്പര്യം കുറയുകയും ചെയ്യുന്നതും അല്ലാതെ ഈ കമ്പനിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ 35.99% ആണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് 2020 390.6 കോടിയായിരുന്ന സെയിൽസ് അത് 2021 ആയപ്പോഴത്തേക്ക് 250 കോടി രൂപയായിട്ട് കുറഞ്ഞു. എങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു രജതരേഖ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത്രയധികം ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്തെങ്കിലും 2020 ഫസ്റ്റ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2021 ഫസ്റ്റ് ക്വാർട്ടർ അതായത് ഈ കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച ക്വാർട്ടറിലെ ഫലം നോക്കുകയാണെങ്കിൽ വളരെയധികം 200% അവരുടെ സെയിൽസിൽ വർധനവ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ വല്ലാതെ താന്നുപോയി കോവിഡ് കാരണമെങ്കിൽ പോലും ഓൺലൈൻ ഷോപ്പിങ്ങും എല്ലാം മൂലമായിരിക്കണം. ഇപ്പോൾ എന്തായാലും വീണ്ടും കോവിഡ് കുറേശ്ശെ കുറഞ്ഞു തുടങ്ങിയതോടുകൂടി വല്ലാതെ മാർക്കറ്റ് പിക്കപ്പായി വരികയാണ്. എന്തായാലും വനിതകളുടെ ആണല്ലോ, അപ്പോൾ അവരെന്തായാലും ഒരിക്കലും ഷോപ്പിംഗ് കുറയ്ക്കാൻ പോകുന്നില്ല. വീണ്ടും പഴയ തലത്തിലേക്ക് തന്നെ വീണ്ടും ഇവരുടെ സെയിൽസും പ്രോഫിറ്റും എല്ലാം വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി ഗോ ഫാഷൻസിന്റെ വാല്യുവേഷൻസ് 2021 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോ ഫാഷൻസിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. 282.25 ആണ് ആ ടോട്ടൽ ഇൻകം. അതുപോലെ EPS 0.68 ആണ്. NAV 54.21 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 1.25% ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളാണ് പേജ് ഇൻഡസ്ട്രീസ്, ട്രെൻഡ് ലിമിറ്റഡ്, ബാറ്റ ഇന്ത്യ, ആദിത്യ ബിർല ഫാഷൻസ്, TCNS ക്ലോത്തിങ്സ്, ഇവരുടെ എല്ലാം തന്നെ വാല്യുവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ കമ്പനി നമ്മളുടെ ഗോ ഫാഷൻസ് ഒരു ചെറിയ കമ്പനിയാണ്, 9% അവരുടെ മാർക്കറ്റ് ഷെയർ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇഷ്യൂ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് പറയട്ടെ, ഈ ബിസിനസ് ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിൽ വളരെ മോശമായിരിക്കുന്നു എങ്കിലും കോവിഡ് സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് ഇത് വളരെ ബെറ്ററായി മാറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. വളരെ മെച്ചത്തിലേക്കും ലാഭത്തിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയധികം അടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോങ് ടൈമിലേക്ക് വളരെ നല്ല ഓഹരിയാണെന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നെ മാത്രമല്ല, ഇത് ഇഷ്യൂ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഓഹരി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഈ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നവംബർ 17 മുതൽ 22 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 690 രൂപയാണ് ഇതിൻ്റെ അപ്പർ ബാൻഡ്. 655, 690 ആണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. അതിൽ 690 ആണ് അതിൻ്റെ അപ്പർ ബാൻഡായിട്ട് കാണുന്നത്. അതിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഫ്രഷ് ഇഷ്യൂ 125 കോടി രൂപയാണ് ഇവിടെ ഇഷ്യൂ ആണുള്ളത്. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 888.61 crores ആണ്. അതായത് 1.28 crores ഷെയർസ് ആണ് ഓഫർ ഫോർ സെയിലായിട്ട് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോൾ 1013.61 കോടി രൂപയ്ക്കുള്ളതാണ്. നമുക്ക് മിനിമം അപേക്ഷിക്കേണ്ടത് എത്രയാണെന്ന് നോക്കാം. റീറ്റെയിലേഴ്സ് അപേക്ഷിക്കേണ്ടത് ഏറ്റവും മിനിമം 21 ഓഹരികൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 14,490 രൂപയായിരിക്കും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. മാക്സിമം ഒരു റീറ്റെയിലർക്ക് 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 273 ഓഹരികൾ വരും. അതിന് ടോട്ടലായിട്ട് 1,88,370 രൂപയായിരിക്കും അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരുന്നത്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഈ ഓഹരിക്ക്. അപ്പോൾ ഇത് അല്പം നഷ്ടത്തിൽ ഇപ്പോൾ പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് ഇത് റീറ്റെയിലേഴ്സിന് 10% അലോക്കേഷൻ ഉള്ളൂ. ടോട്ടൽ ഇഷ്യൂ സൈസിൻ്റെ 10% ആണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഈ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. അലോട്ട്മെന്റ് ഡേറ്റ് നവംബർ 25 കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് നവംബർ 26 കിട്ടിയവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഷെയർ വരുന്നത് നവംബർ 29 ഇത് ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് നവംബർ 30 കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, ICICI സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്, അതുപോലെ തന്നെ ഇഷ്യൂ രജിസ്ട്രാർ KFinTech പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമാണ്. ഫ്രണ്ട്സ്, ഗോ ഫാഷൻസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ GoColors IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ.